ഓക്കെ, വെൽക്കം ബാക്ക്. ഗുഡ് ഈവനിങ്. ഹെൽത്ത് ഇൻസ്പെക്ടർ സ്കൂളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് വെണ്ടയ്ക്ക വലുപ്പത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് വായിച്ചു നോക്കിയ ലീഡർഷിപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ ലീഡർഷിപ്പ് ആണ് നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സെക്കൻഡ് ഇയർ DHC പഠിക്കുമ്പോൾ പേപ്പർ 3 പഠിക്കുന്ന ഒരു ചെറിയ പോർഷൻ അല്ലെ. ഇപ്പൊ എവിടെ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം ലീഡർഷിപ്പ്. നമുക്ക് സെക്കൻഡ് ഇയർ പലയിടത്തായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, എവിടുന്ന് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടോപ്പിക്കാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നമ്മളിപ്പോ ഏകദേശം മിനിമം 18 വയസ്സ് പൂർത്തിയായവര് അങ്ങോട്ട് പ്രായമുള്ളവരാണ്. അപ്പൊ ഓക്കെ, മിനിമം 18 വയസ്സിന്റെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പൊ അവരുടെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള ലീഡേഴ്സിനെ കണ്ടിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ് ലീഡേഴ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ട്, നിങ്ങളുടെ വീട്ടിലൊരു ലീഡർ ഉണ്ട്, നിങ്ങളുടെ ഗ്യാങ്ങിന് ഒരു ലീഡർ ഉണ്ട്. ഇപ്പൊ ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ അവിടെ ഒരു ലീഡർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഉണ്ട്. ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ അവിടെ ഒരു ലീഡർ ക്യാപ്റ്റൻ ഉണ്ട്. മീൻസ് ഏതൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയും ലീഡ് ചെയ്യാൻ ഒരു ലീഡർ ഉണ്ടാവണം അല്ലെ. നമ്മൾ പറഞ്ഞില്ല, ഇപ്പം നമ്മുടെ മിനിമം 18 വയസ്സുള്ളവരുണ്ട്, അതിന് മുകളിലേക്ക് പ്രായമുള്ളവരുണ്ട്. അപ്പൊ അവരുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ അവർ ഒരുപാട് തരത്തിലുള്ള ലീഡർഷിപ്പ് അല്ലെങ്കിൽ ലീഡേഴ്സിനെ കണ്ടിട്ടുണ്ട്. പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ട്, നല്ല ലീഡേഴ്സ് ഉണ്ട്, മോശം ലീഡേഴ്സ് ഉണ്ട്. ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ ചെറിയൊരു ലീഡറെ കേസിലൊക്കെ പിടിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പം ലീഡർഷിപ്പ് നമ്മൾ ഒരുപാട് തരത്തിലുള്ള ലീഡർഷിപ്പ് കണ്ടിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലാവണം ലീഡർ എന്നെല്ലാം നമുക്കറിയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി പ്രത്യേക പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് എഴുതി വച്ചിരിക്കുന്ന കുറച്ച് പോയിന്റ്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുവല്ല ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു ലീഡർ എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കാനുള്ളതാണ്. ഓക്കെ, അപ്പൊ ലീഡർഷിപ്പ് എന്താണ്, ലീഡർഷിപ്പ് നമുക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ് നമുക്ക് ലീഡർഷിപ്പിനെ നോക്കി കാണാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഓടിച്ചു വിട്ട് നോക്കിപ്പോ. ഓക്കെ, അപ്പം വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലീഡർഷിപ്പ് നോക്കൂ. ലീഡേഴ്സ് അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റീസ്, അവരുടെ ഫംഗ്ഷൻ ആൻഡ് അവരുടെ ടൈപ്സ്. ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ലീഡർഷിപ്പ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോവാണ്. എന്താണ് ലീഡർ ആൻഡ് എന്താണ് ലീഡർഷിപ്പ്? സിമ്പിൾ, നമുക്ക് അറിയാവുന്ന നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ജസ്റ്റ് ആ ഡെഫിനേഷൻ ഒന്ന് നോക്കിയോ. ദ പേഴ്സൺ ഹൂ ലീഡ്സ് ഓർ കമാൻഡ് എ ഗ്രൂപ്പ്, ഓർഗനൈസേഷൻ ഓർ കൺട്രി. കൺട്രി എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ട്, അല്ലാതെ ലീഡേഴ്സ് ഉണ്ട്. ഒരു ഓർഗനൈസേഷൻ, നമുക്കിപ്പോൾ ഒരു മതപരമായിട്ട് നമുക്ക് ലീഡേഴ്സ് ഉണ്ട് അല്ലേ. പള്ളിയിലാണെങ്കിൽ അച്ഛനുണ്ടാവും, അമ്പലത്തിലാണെങ്കിൽ അവരുടെ ആളുണ്ടാവും. മുസ്ലിം ആളുകൾക്കാണെങ്കിൽ അവർക്ക് ഒരു ലീഡർ ഉണ്ട്, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ലീഡർ ഉണ്ടാവും. നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കോളേജിൽ നമ്മുടെ ക്ലാസ്സിൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന് ലീഡർ ഉണ്ടാവും. നമ്മുടെ ക്ലാസ്സിന് ഒരു ലീഡർ ഉണ്ടാവും. പിന്നെ അവിടെ തന്നെ പൊളിറ്റിക്കലായിട്ട് ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ ലീഡർ ഉണ്ടാവും. നമ്മുടെ കോളേജ് ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിൽ അവരുടെ ഇടയ്ക്ക് ഒരു ലീഡർ ഉണ്ടാവും. അങ്ങനെ എല്ലാത്തരം ആളുകൾക്കും ഒരു ലീഡറെ വേണം, അല്ലെങ്കിൽ അവരെ ലീഡ് ചെയ്യാൻ, അവരെ കമാൻഡ് ചെയ്യാൻ ഒരു ലീഡർ ഉണ്ടാവും. ആ ലീഡറിനെ അനുസരിച്ചാണ് അവരുടെ ടീമിന്റെ വിക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് നോക്കിയാൽ ഈ കഴിഞ്ഞു പോയ വേൾഡ് കപ്പ് അർജന്റീന വിജയിച്ചത് അവർക്ക് നല്ലൊരു ലീഡർ ഉണ്ടാവില്ല അല്ലെ. ആ ലീഡറിന് വേണ്ടി അവിടെ കളിച്ചത്, അവർ കപ്പിന് വേണ്ടി കളിച്ചിട്ടുണ്ടാവില്ല, അവരവരുടെ രാജ്യത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ടാവില്ല. അവർ കളിച്ചത് അവർക്ക് അവരുടെ ലീഡറിന് വേണ്ടിയാണ്. ആ ലീഡറെ മുന്നിൽ നിന്ന് നല്ല രീതിയിൽ നയിച്ചത് കൊണ്ട് ആ ടീം വിജയത്തിലെത്തി. അതുപോലെ നമ്മൾ ക്രിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ കഴിഞ്ഞ് വരുന്ന ഒരു ഒരു എന്താ പറയാ, ഒരു ഡസൺ സീരീസിൽ ഇന്ത്യ തന്നെയാണ് വിജയിക്കുക. അപ്പൊ ചാമ്പ്യൻസ് ട്രോഫി ആയിക്കോട്ടെ, T20 വേൾഡ് കപ്പ് ആയിക്കോട്ടെ, ഒരു ODI നമുക്ക് ജസ്റ്റ് മിസ്സാണ്. അപ്പൊ അങ്ങനെ ആണെങ്കിലും നമ്മൾ ഒരു നല്ല ലീഡർ നമ്മളെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടാണ് നമുക്ക് ആ ട്രോഫീസ് എല്ലാം വിജയിക്കാൻ പറ്റിയത്. ഓക്കെ, അപ്പൊ അത് ആ ഒരു ലീഡറിന്റെ ക്വാളിറ്റിയാണ്. അപ്പൊ ലീഡർ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു കൺട്രിയോ ലീഡ് ചെയ്യുന്ന, അല്ല കമാൻഡ് ചെയ്യുന്ന ആളായിരിക്കണം. ഓക്കെ, അപ്പം എന്താണ് ലീഡർ? ഇനി ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലീഡറിന് ഉണ്ടാവേണ്ടത്, ദ ലീഡർഷിപ്പ് ഈസ് എബിലിറ്റി ഓഫ് എ മാനേജർ ടു ഇൻഡ്യൂസ് സബോർഡിനേറ്റ്സ് ടു വർക്ക് വിത്ത് സീൽ കോൺഫിഡൻസ്. അതായത് ഇപ്പം നമ്മളിപ്പം മെസ്സി ഒരു ലീഡർ ആണെന്ന് പറഞ്ഞു. മെസ്സി ആ ടീമിനെ ലീഡ് ചെയ്ത ആ ഒരു വഴി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു രീതി ഉണ്ടല്ലോ, അതിനാണ് ലീഡർഷിപ്പ് എന്ന് പറയാം. ഇപ്പൊ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ലീഡ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, നല്ലതോ ചീത്തയോ അത് ഓരോരുത്തർക്ക് തീരുമാനിക്കാം, പക്ഷെ അതിനെ ഒരു ലീഡർഷിപ്പ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ ടീച്ചേഴ്സ് നമ്മളെ ലീഡ് ചെയ്യുന്ന രീതിയുണ്ട്, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ അവരുടെ പ്രിൻസിപ്പൾ ലീഡ് ചെയ്യുന്ന രീതിയുണ്ട്, നമ്മുടെ സ്കൂൾ ഗ്രൂപ്പിനെ നമ്മുടെ സ്കൂൾ ലീഡർ ലീഡ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പൊ അതിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയാം. അപ്പൊ ലീഡർ എന്താണെന്നും ലീഡർഷിപ്പ് എന്താണെന്നും മനസ്സിലായി. ലീഡർ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ്, ഒരു ഓർഗനൈസേഷൻ, ഒരു കൺട്രിയെ ലീഡ് ചെയ്യുന്ന, കമാൻഡ് ചെയ്യുന്ന ആളുടെ എബിലിറ്റിക്ക് പറഞ്ഞ പേരാണ് ലീഡർഷിപ്പ്. ഒരു മാനേജർ അവരുടെ സബോർഡിനേറ്റ്സ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്ത് പോകാനുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു എനർജി ആ സബോർഡിനേറ്റ്സ് കൊടുക്കുന്നതാണ് ലീഡർഷിപ്പ്. ലീഡറിന്റെ ക്വാളിറ്റിയാണ് ലീഡർഷിപ്പ്. ഓക്കെ, ക്വാളിറ്റീസ് ഓഫ് ലീഡർഷിപ്പ്. ഒരു ലീഡർഷിപ്പിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഡെഡിക്കേഷൻ. ഒരു ലീഡർ, ഇപ്പൊ നമ്മൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ അർജന്റീന ടീമിനെയും മെസ്സിയും തന്നെ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ലീഡറിന് ലീഡർഷിപ്പ് ക്വാളിറ്റി, ഡെഡിക്കേഷൻ ഉണ്ടാവണം. ഓക്കെ, അപ്പം ലീഡർ പണിയെടുക്കാതെ ബാക്കിയുള്ള ആളുകൾ പണിയെടുത്താൽ, ഇപ്പൊ അർജന്റീന ഫുട്ബോൾ ടീമിലാണെങ്കിൽ മെസ്സി പണിയെടുക്കാതെ ബാക്കി 10 പേരും പണിയെടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ ലീഡർ ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്താലേ
ആ ലീഡർഷിപ്പിന് ക്വാളിറ്റി ഉണ്ടാവണം. അക്സെപ്റ്റബിലിറ്റി, എന്ത് പ്രശ്നം വന്നാലും ആ ലീഡർ അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അതൊരു നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അവരുടെ ടീമില് ഫസ്റ്റ് മാച്ച് അവര് സൗദി അറേബ്യയോട് തോറ്റിരുന്നു ആ വേൾഡ് കപ്പിൽ. അതിനെ ആ ലീഡർ അല്ലെങ്കിൽ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി വെച്ച് മെസ്സി അത് അക്സെപ്റ്റ് ചെയ്തു. അക്സെപ്റ്റബിലിറ്റി കഴിവാണ്. അപ്പൊ അത് വെച്ചിട്ട് ബാക്കിയുള്ള ടീമിനെ, ബാക്കിയുള്ള സബോർഡിനേറ്റ്സിനെ ആള് ലീഡ് ചെയ്തുകൊണ്ടാണ് അവർക്ക് ബാക്കി മത്സരങ്ങൾ വിജയിക്കാൻ പറ്റിയത്, വേൾഡ് കപ്പ് ഉയർത്താൻ പറ്റിയത്. ഡിസിഷൻ മേക്കിംഗ്, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. മെസ്സി ത്രൂ ഔട്ട് ദി വേൾഡ് കപ്പ് ഒരുപാട് ക്വിക്ക് ഡിസിഷൻസ് എടുത്തിട്ടുണ്ട് അല്ലെ. ഗോൾ അടിക്കുന്ന ആയിക്കോട്ടെ, അസിസ്റ്റ് കൊടുക്കുന്ന ആയിക്കോട്ടെ, ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്യുന്ന ആയിക്കോട്ടെ, ക്വിക്ക് ഡിസിഷൻസ് മേക്കിംഗ് ആ ഒരു ടീമിന്റെ വിജയത്തിന് സഹായിക്കും. ആ ലീഡറിന്റെ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, ആ ലീഡറാണ് ആ ടീമിനെ നയിക്കേണ്ടത് അല്ലെ. ലീഡർ പറയുന്നിടത്താണ് കളികൾ മാറേണ്ടത്. മീൻസ് എവിടെയാണെങ്കിലും, ഫുട്ബോളുകൾ മാത്രമല്ല, ക്രിക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലായിക്കോട്ടെ, പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, ക്ലാസ്സിലായിക്കോട്ടെ, എവിടെയാണെങ്കിൽ പോലും ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ഒരു കമ്പനി എടുത്തോട്ടെ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റ് എടുത്തോട്ടെ, അവിടെ എല്ലാം പെട്ടെന്ന് പ്രശ്നം വന്നാൽ ലീഡറിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഡിസിഷൻ മേക്കിംഗ് ക്വാളിറ്റി അനുസരിച്ചാണ് നമ്മുടെ ടീമിന്റെ വിജയം ഇരിക്കുക. ഓക്കെ, സിൻസിയറിറ്റി, ഞാൻ കുറച്ചൊന്ന് പറഞ്ഞ പോലെ ലീഡർ ആ ടീമിന് വേണ്ടി സിൻസിയർ ആയിട്ടും ഡെഡിക്കേറ്റ് ആയിട്ടും വർക്ക് ചെയ്യണം. നോളജ്, ആ ഒരു ലീഡറിന്റെ അറിവ്. ഇപ്പൊ നമ്മൾ അർജന്റീന ടീമിൽ മെസ്സി സീനിയർ ആണ് ഉറപ്പായിട്ടും അല്ലെ. എത്ര വയസ്സുണ്ട്? 35-36 വയസ്സെന്തുകൊണ്ട് ആ ടീമിലെ ലീഡറാണ് മെസ്സി. അത്രയും വർഷത്തെ പാരമ്പര്യം, അത്രയും വർഷത്തെ അറിവ്, അത്രയും വർഷത്തെ നോളജ് ആ ടീമിലുള്ള മറ്റാരേക്കാളും അറിവ് ആ ലീഡർക്കുണ്ട്. അതുകൊണ്ടാണ് ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് നോളജ് വലിയൊരു അറിവാണെന്ന് പറയാം. വലിയൊരു പോയിന്റ് ആണ് ഈ നോളജ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഏതൊരു ടീമിലാണെങ്കിൽ പോലും, ഇപ്പം സർക്കാർ സർവീസിലായിക്കോട്ടെ, ഈ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ആ ഓരോ ടീമിന്റെ ലീഡർ എന്ന് പറയുന്നത് ഒരുപാട് നാൾ സർവീസ് ഉള്ള ആളുകൾ, പ്രൊമോഷൻ കിട്ടി സീനിയറായി പോകുന്ന ആളുകളായിരിക്കും അല്ലെ. സർക്കാർ സർവീസിലായിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഫേമിലായിക്കോട്ടെ, പ്രൊമോഷൻ കിട്ടി പോകുന്ന അവർ ലീഡർ ആകുമ്പോൾ അവർക്ക് ആ അത്രയും വർഷത്തെ അറിവുണ്ടാവും. അതല്ലാതെ അറിവുള്ളവർ മാത്രം ലീഡർ ആവുന്നവരുണ്ട്. ഓക്കെ, അതിനാണ് ക്വാളിറ്റീസ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയാം. ഓക്കെ, ഡെഡിക്കേഷൻ ആൻഡ് സിൻസിയറിറ്റി, ഡിസിഷൻ മേക്കിംഗ്, അക്സെപ്റ്റബിലിറ്റി ആൻഡ് നോളജ്. ഓക്കെ, അതാണ് ക്വാളിറ്റീസ് ഓഫ് ലീഡർഷിപ്പ്. ഇനി ഫംഗ്ഷൻസ് ഓഫ് ലീഡർഷിപ്പ് എന്താണെന്ന് നോക്കിയേ. പ്ലാനർ ആവണം, അയാൾ നല്ലൊരു പ്ലാനർ ആവണം, നല്ലൊരു എക്സിക്യൂട്ടീവ് ആയിരിക്കണം, പോളിസി മേക്കർ, കൺട്രോളർ ഓഫ് ഇന്റേണൽ റിലേഷൻസ് ആൻഡ് എക്സ്പേർട്ട് ആവണം. അതായത് ആൾക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനുള്ള കഴിവുണ്ടാവണം, ഒരു പ്ലാൻ ചെയ്താൽ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവുണ്ടാവണം, നല്ല രീതിയിൽ പോളിസി മേക്കർ ഉണ്ടാവണം, ഇന്റേണൽ റിലേഷൻഷിപ്പ് തമ്മിൽ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടാവണം, ആൾ എല്ലാ കാര്യങ്ങൾക്കും എക്സ്പേർട്ട് ആണ്. അങ്ങനെ ഒരാളാണ് നല്ലൊരു ലീഡർഷിപ്പ് എന്ന് പറയാം. ഓക്കെ, ഈ ഏതൊക്കെ തരത്തിലുള്ള ലീഡർഷിപ്പ്, ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് നമുക്ക് ചുറ്റുമുണ്ട്. മെയിൻ ആയിട്ട് 3 തരത്തിലുള്ള ലീഡർഷിപ്പ് ആണ് ഉള്ളത്. നമ്മൾ കണ്ടിട്ടുണ്ട് ഓട്ടോക്രാറ്റിക് ഓർ അതോറിറ്റേറിയൻ ലീഡർഷിപ്പ്. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് നമ്മുടെ ത്രിപുരയിലെ കിം ജോങ് ഉൻ കേട്ടിട്ടുണ്ടാവുമല്ലോ. അത് നല്ലൊരു ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിന് ഉദാഹരണമാണ്. പറഞ്ഞുതരാം. അതോറിറ്റേറിയൻ ആണ്. ഓട്ടോക്രാറ്റിക് ഓർ അതോറിറ്റേറിയൻ, എന്ന് പഠിച്ചാൽ മതി. ഓട്ടോക്രാറ്റിക് ഓർ അതോറിറ്റേറിയൻ. നെക്സ്റ്റ്, ഡെമോക്രാറ്റിക് ഓർ പാർട്ടിസിപ്പേറ്ററി. ഡെമോക്രാറ്റിക് ഓർ പാർട്ടിസിപ്പേറ്ററി, അതിന്റെ എക്സാമ്പിൾ പറയാം. ആൻഡ് ലേസർ ഫെയർ ലീഡർഷിപ്പ്. 3 തരത്തിലുള്ള ലീഡർഷിപ്പ് ഉണ്ട്. ഓട്ടോക്രാറ്റിക് ഓർ അതോറിറ്റേറിയൻ, ഡെമോക്രാറ്റിക് ഓർ പാർട്ടിസിപ്പേറ്ററി, ലേസർ ഫെയർ. ഓക്കെ, ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്താണെന്ന് നോക്കിയേ. One who commands and expects complaints from his subordinates. This leadership is negative because the subordinates remain uninformed. They feel insecure and remain afraid of the leader. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഓക്കെ, ഓട്ടോക്രാറ്റിക്, ഈ സെന്റൻസ് ഒന്നും പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ഞാൻ സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം. ഉത്തരേറിയൻ കിം ജോങ് ഉനിനൊക്കെ എല്ലാവർക്കും അറിയാം അല്ലെ. ആളൊരു ഓട്ടോക്രാറ്റിക് ലീഡറാണ്. ആളുടെ എന്താ പറയാ, ആളുടെ കമാൻഡ്സ് മാത്രമേ ആ രാജ്യം, ആ ഒരു കൺട്രി, ത്രൂ ഔട്ട് ദ കൺട്രി ഫോളോ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ഒരു ടൈപ്പ്, ഒരു 2-3 ഡിസൈൻ ഹെയർ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ മീൻസ് പുരുഷന്മാർക്ക് ആ തരത്തിലുള്ള മുടി സ്റ്റൈൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരുപാട് ആളുടെ നിയമങ്ങളാണ് അടിച്ചേൽപ്പിക്കാൻ ആളുകളിലേക്ക്. അതനുസരിക്കാതെ മറ്റൊരു വഴിയില്ല. ആളൊരു ലീഡറാണ്, ആളാണ് അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർ. ആളുടെ അപ്പുറത്തേക്ക് ഒരാളില്ല. ആള് പറയുന്ന, മീൻസ് നമ്മളിപ്പോ പറയുന്ന ഈ കിം ജോങ് ഉൻ പറയുന്ന ആള് പറയുന്ന മുകളിലേക്ക് ഒരു നിയമങ്ങളും ഇല്ല. ഓക്കെ, അത് ഓട്ടോക്രാറ്റിക് ലീഡറാണ്. വെളിയിലേക്ക് ഒരു എന്താ പറയാ, ഒരു അന്വേഷണത്തിന് ആവശ്യമില്ല, ഒരു ഡൗട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. ആളുടെ ഡിസിഷൻ ഫൈനൽ ഡിസിഷൻ ആണ്. അതിനപ്പുറത്തേക്ക് ഡിസിഷൻ ഇല്ല. ആൾ എന്ത് പറയുന്നോ അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. അപ്പൊ അത്തരത്തിലൊരു ലീഡർ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ജീവനിൽ ഭയമുള്ളവർ അക്സെപ്റ്റ് ചെയ്യും, അല്ലാത്തവർ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് പല ആളുകൾക്കും പ്രശ്നം ഉണ്ടാക്കുന്ന ഡിസിഷൻ ആയിരിക്കും അവർ എടുക്കുന്നത്. പക്ഷെ അതൊന്നും തിരിച്ച് ചോദ്യം ചെയ്യാനൊന്നും ആളില്ല. അപ്പൊ അത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ അത് തന്നെ എഴുതാം. അപ്പൊ അവിടുത്തെ ആളുകൾക്ക് അഫ്രൈഡ് ഓഫ് ദ ലീഡർ, അവിടുത്തെ ആളുകൾക്ക് ലീഡറോട് പേടിയായിരിക്കും. ഓക്കെ, അപ്പം അർജന്റീനൻ ടീം വേൾഡ് കപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയോ കളിക്കാതെ മെസ്സിക്ക് വേണ്ടി കളിച്ചത് ആ ഒരു ലീഡർഷിപ്പ് എത്രത്തോളം അവർക്ക് സ്വീകാര്യമായതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് അത്തരത്തിലൊരു മെസ്സി എന്ന് പറയുന്ന ആൾ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് അല്ല, നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഇപ്പോ ഈ ഉത്തരകൊറിയയിൽ ഭരിക്കുന്ന ആ രീതിയിൽ ഭരിച്ചു കഴിഞ്ഞാൽ അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കാം. മെറിറ്റ്സ്
ഡിസിഷൻസ് ക്യാൻ ബി ടേക്കൺ ക്വിക്ലി അല്ലെ. ആൾക്ക് 10 പേരോട് അന്വേഷിക്കണം, വേണ്ട. ആളുടെ ഒരു തീരുമാനം, ഇപ്പം ഹെയർ സ്റ്റൈൽ ഇപ്പം ഒരു 2-3 ഹെയർ സ്റ്റൈൽ കൊടുത്തിട്ട് മാത്രമേ ആളുകൾ വെട്ടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അതിന് അംഗീകരിക്കാത്തവരുണ്ടാവും, അതിന് അംഗീകരിക്കുന്നവരുണ്ടാവും. അതിനോടൊന്നും ആൾ ചോദിക്കണം, ആൾക്ക് ആരോടും വേറെ ആളോട് ഡിസിഷൻ ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ ചോദിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആളുടെ ഡിസിഷൻസ് പെട്ടെന്ന് നടക്കും. പിന്നെ സം പീപ്പിൾ ഹൂ വർക്ക് സിംപ്ലി ഔട്ട് ഓഫ് ഫിയർ ഓഫ് പണിഷ്മെന്റ് ദേ റിമെയിൻ ഡിസിപ്ലിൻഡ് ആൻഡ് ഗെറ്റ് ടാസ്ക് ഡൺ ഇൻ ടൈം. അതായത് ഇങ്ങനെ ഒരു ആളുകൾ, ഈ ലീഡറിനെ പേടിയുള്ള ആളുകൾ, അപ്പം ഈ പറയുന്ന ആളൊരു നല്ലൊരു വർക്ക് കൊടുക്കുക, എത്ര സമയത്തിനുള്ളിൽ തീർക്കണം എന്ന് പറഞ്ഞ് വർക്ക് കൊടുത്തു. പേടിയുള്ള ആളുകൾ ആ ടൈമിൽ ആ വർക്ക് തീർത്തിരിക്കും. കാരണം ജീവനിൽ പേടിയുള്ളവർക്ക് ആ വർക്ക് തീർക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പം 5 ഹെയർ സ്റ്റൈൽ കൊടുത്തു, ആ 5 ഹെയർ സ്റ്റൈൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയും. കൃത്യം 5 ഹെയർ സ്റ്റൈൽ മാത്രമേ ആൾക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അവിടുത്തെ ആളുകൾ അത് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ആ ഹെയർ സ്റ്റൈലിന് വെളിയിലേക്ക് ഒരു ഹെയർ സ്റ്റൈൽ അവർ വെട്ടാൻ തയ്യാറല്ല, കാരണം ജീവനിൽ പേടിയുള്ളവർ അത് ചെയ്യും. അപ്പം അവിടുത്തെ ഡിസിഷൻ മേക്കിംഗ് ക്വിക്കായിരിക്കും. അവിടുത്തെ ടാസ്കുകൾ ഇത്തരത്തിൽ ഈ ലീഡറോട് പേടിയുള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ ടാസ്കുകളെല്ലാം ഡൺ ഇൻ ടൈം, കൃത്യം സമയത്ത് നടക്കും. ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്? ദ എബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ് കനോട്ട് ഫുള്ളി യൂട്ടിലൈസ്. അതായത് ആ ഗ്രൂപ്പിലുള്ള ആളുകളുടെ കഴിവ് പേടിപ്പിച്ച് ചെയ്യുമ്പോൾ 100% നമുക്ക് കിട്ടില്ല അല്ലേ. ഉറപ്പായിട്ടും പേടിച്ച് ചെയ്യുന്നു, കുറച്ചൊക്കെ ചെയ്ത് വെക്കും എന്നേ ഉള്ളൂ. മെമ്പേഴ്സ് കാനോട്ട് ടേക്ക് എനി ഡിസിഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലീഡർ ആസ് ദിയർ ഗ്രൂപ്പ്. അതായത് ആ ലീഡർ അവിടെ ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സിന് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ നടക്കില്ല, കാരണം അവർക്ക് അനുസരിച്ച് ശീലമുള്ളൂ. ഒരു ഡിസിഷൻ എടുത്ത് തീരും ശീലമില്ല. അപ്പൊ അതാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്, അതോറിറ്റേറിയൻ ലീഡർഷിപ്പ്. മെറിറ്റ്സും ഡീമെറിറ്റ്സും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തതാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്. ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ മെസ്സി തന്നെ എടുക്കാം. ദ ലീഡർ കൺസൾട്ട് വിത്ത് സബോർഡിനേറ്റ്സ് ഓൺ പ്രൊപ്പോസ്ഡ് ആക്ഷൻസ് ആൻഡ് ഡിസിഷൻ. He encourages participation from them. This is the most popular form of leadership. ഇതാണ് ഏറ്റവും നല്ല ലീഡർഷിപ്പ്. ഒരു ലീഡർ കൂടെ വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റ്സിലോട്ട് ഇറങ്ങി ചെന്ന് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്. അത്തരത്തിലുള്ള ലീഡർഷിപ്പ് ആണ് ഏറ്റവും നല്ലതും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്, മോസ്റ്റ് പോപ്പുലർ. ഇപ്പൊ മെസ്സി ആയിക്കോട്ടെ, വേൾഡ് കപ്പിൽ ത്രൂ ഔട്ട് ഒരു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് ആരാണ് ഫോളോ ചെയ്തത്? മെസ്സി അവരോട് പറഞ്ഞു കൊടുക്കും, അവരുടെ കൂടെ ഇറങ്ങി ചെന്ന് അവരോട് ചെയ്തു കൊടുക്കും, ഇല്ലേ? ഗ്രൗണ്ടിൽ ത്രൂ ഔട്ട് മെസ്സി ആയിരുന്നു. അപ്പൊ അത് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പിന് എക്സാം ആണ്. അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നോക്കി. മെറിറ്റ്സ് എന്ന് പറയുമ്പോൾ അണ്ടർ ദിസ് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ദ മെമ്പേഴ്സ് ഫീൽ that they belong to team and will work hard. ഓക്കെ, അവർ അത്തരത്തിലൊരു ലീഡർഷിപ്പ് മെസ്സി ചെയ്തതുകൊണ്ട് തന്നെ ആ ത്രൂ ഔട്ട് ദ വേൾഡ് കപ്പ് സീസണും ആളുകൾ, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ടീം, അവിടുത്തെ മെമ്പേഴ്സിന് അവർ ആ ടീമിലുള്ളതാണ് എന്ന് ചോദിച്ചാൽ അവർ കുറച്ചും കൂടി നല്ല രീതിയിൽ വർക്ക് ഹാർഡ് ചെയ്യും, കുറച്ചും കൂടി വർക്ക് ചെയ്യും. ദ മെമ്പേഴ്സ് വിൽ ബി മോർ മോട്ടിവേറ്റഡ്. പഴയ പോലെ ഇപ്പൊ പേടിപ്പിച്ച് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ടും അവരും മോട്ടിവേറ്റഡ് ആണ് വർക്ക് ചെയ്യുന്നത് ആ ടീമിന് വേണ്ടിയിട്ട്. പിന്നെ അവര് ആ ടീമിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അവർ ഫാമിലി പോലെ വർക്ക് ചെയ്യും. അത്രയും ആ ലീഡർ അത്രയും കൂടി ഫ്രണ്ട്ലി ആകുമ്പോൾ. ഡീമെറിറ്റ്സ് എന്താ? ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് പറ്റില്ല. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണമെങ്കിൽ ഓട്ടോക്രാറ്റിക് ലീഡർ ആണെങ്കിൽ ആൾക്ക് തീരുമാനിക്കുന്നു, ആള് പറയുന്നു. പക്ഷെ ഡെമോക്രാറ്റിക് ലീഡർ അങ്ങനെയല്ല, ആളുടെ ഡിസിഷൻ എടുക്കുക. അപ്പൊ അത് ബാക്കിയുള്ളവർക്ക് എങ്ങനെ പ്രശ്നമാവില്ല എന്നൊക്കെ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസിഷൻ ചോദിച്ചെടുക്കുമ്പോൾ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിനെക്കാളും കൂടുതൽ സമയം എടുക്കും. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് അവിടെ നടക്കില്ല. This type is not suitable for situation where confidential decisions are to be taken. അതായത് പെട്ടെന്ന് ഡിസിഷൻ എടുക്കണം, അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിസിഷൻ ഒക്കെ എടുക്കണമെങ്കിൽ 10 പേരോട് ചോദിച്ചെടുക്കുന്ന ഡിസിഷനൊക്കെ ഭയങ്കര മോശമായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള അവസ്ഥയിൽ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് വർക്ക് ആവില്ല. ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് or participatory leadership. മൂന്നാമത്തെയാണ് ലേസർ ഫെയർ ലീഡർഷിപ്പ്. ദിസ് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ഈസ് നോട്ട് റെഡിലി എ ലീഡർ അറ്റ് ഓൾ. ഇതൊരു നല്ല ലീഡർ അല്ലെങ്കിൽ ലീഡർ എന്ന് പറയാനേ പറ്റില്ല. ഹി ലീവ്സ് ഹി സബോർഡിനേറ്റ്സ് ദ ടാസ്ക് ആൻഡ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, എക്സിക്യൂട്ടിംഗ് വർക്ക് ആസ് ദേ ലൈക്ക്. ഈസ് എ പേഴ്സൺ ഹു റിലക്ടന്റ് ടു പ്ലേ ദ റോൾ ഓഫ് എ ലീഡർ. അതായത് ലീഡർ ആവാൻ ഒട്ടും താല്പര്യമില്ലാതെ ലീഡർ ആയ ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവര് ഇപ്പൊ ഒരു വർക്ക് കിട്ടി, എന്തെങ്കിലും ഒരു വർക്ക് കിട്ടി, നിങ്ങൾ ചെയ്യും. ഇപ്പം ഒരു എച്ച് ഐ ജെ എച്ച് ഐമാരും, ഒരു എച്ച് ഐയും ആളുടെ കീഴിൽ 4 ജെ എച്ച് ഐമാരും ഉണ്ടെന്ന് വിചാരിക്കാം. എന്തെങ്കിലും ഒരു റിപ്പോർട്ട് അടിക്കണം, എച്ച് ഐക്ക് അറിയില്ല. എച്ച് ഐ പറയാം നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞു തന്റെ സബോർഡിനേറ്റ് കൊടുത്തിട്ട് എച്ച് ഐയുടെ പാട്ടിന് പോയി. അതാണ് ലേസർ ഫെയർ ലീഡർഷിപ്പ്. കൂടെ ഒന്ന് ഇറങ്ങി സഹായിക്കില്ല, ഒന്ന് പറഞ്ഞു കൊടുക്കില്ല, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് പറയില്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് എച്ച് ഐ പോകും. അത് നമുക്ക് ലീഡർ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. അതാണ് ലേസർ ഫെയർ ലീഡർഷിപ്പ്. ഈ ലേസർ ഫെയർ ലീഡർഷിപ്പിനും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ടാവും. ഓക്കെ, സ്ലൈഡ് ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ലേസർ ഫെയർ ലീഡർഷിപ്പ് തേർഡ് ലീഡർഷിപ്പ് ആണ്. ഇത് ലീഡർ എന്ന് പറയാനേ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചോദിക്കാനോ അല്ലെങ്കിൽ സംശയം ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മളോട് സഹായിക്കാനൊന്നും ആരും ഉണ്ടാവില്ല. അതാണ് 3 ലീഡർഷിപ്പ്. ഓട്ടോക്രാറ്റിക് അതോറിറ്റേറിയൻ നമ്മൾ പറഞ്ഞു ഉത്തരകൂറിയിലെ കാര്യം, അതിന് മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉള്ള ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ക്വിക്ക് ആയിരിക്കും. 2 ഡെമോക്രാറ്റിക് ഓർ പാർട്ടിസിപ്പേറ്ററി, നമ്മൾ മെസ്സിയുടെ കാര്യം ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാം, അതിന് മെറിറ്റ്സും ഉണ്ട് ഡിമെറിറ്റ്സും ഉണ്ട്. 3ാമത് ലേസർ ഫെയർ ലീഡർഷിപ്പ്. അതൊരു നല്ല ലീഡർ അല്ല. സബോർഡിനേറ്റ്സിന് ഇപ്പം ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ടാസ്കും പ്ലാനിങ്ങും അതിന്റെ ഓർഗനൈസിങ്ങും അതിന്റെ എക്സിക്യൂട്ടിങ്ങും എല്ലാം സബോർഡിനേറ്റ്സ് ഇട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് കൊടുത്തിട്ട് അങ്ങ് പോകും. അതിന് നമുക്ക് ലീഡർ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ.
അപ്പോൾ ഒരു ലീഡർഷിപ്പ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ലീഡർഷിപ്പ് നിങ്ങൾക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഡർ എന്താണെന്ന് എഴുതാം, ലീഡർഷിപ്പ് എന്താണെന്ന് എഴുതാം, ലീഡർഷിപ്പിന്റെ ഫംഗ്ഷൻസും ലീഡർഷിപ്പിന്റെ ക്വാളിറ്റീസും എഴുതാം. ദെൻ നേരെ 3 തരം ലീഡേഴ്സ് ഉണ്ട്. ഓട്ടോക്രാറ്റിക്, അതോറിറ്റേറിയൻ, ഡെമോക്രാറ്റിക്, പാർട്ടിസിപ്പേറ്റർ, ലേസർ ഫെയർ എന്ന് എഴുതാം. ഓരോന്നിനെ പറ്റി എഴുതാം. മെറിറ്റ്സും ഡിമെറിറ്റ്സും എഴുതി നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഒരു 5 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ 5 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഞാൻ DHIS പഠിച്ചപ്പോഴും ഞാൻ എക്സാം എഴുതിയപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ എഴുതി മാർക്ക് വാങ്ങാം. പിന്നെ ഇത് കുറച്ച് മനസ്സിലാവുമായിരിക്കും, പക്ഷെ ഞാൻ എടുത്തപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു സംതൃപ്തി കുറവുണ്ട്. ഓക്കെ, അപ്പൊ അത് PPT വായിക്കാൻ നിങ്ങൾ അത്യാവശ്യം പഠിച്ചതായോണ്ട് അത്യാവശ്യം അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.